ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാളെ എക്സ്പയറിയാണ്, ഞാൻ അവർ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 24.021 ഫ്ലാറ്റ് നോട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് പ്രതീക്ഷ നമുക്ക് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു. നമ്മുടെ ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ചു. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോയപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു, വളരെ സൂക്ഷിക്കണം, നമുക്കത്ര വിശ്വാസമല്ലാത്തൊരു പോക്കാണ്. കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പയറിയാണ്, മാക്സിമം പ്രീമിയം ഉരുക്കാൻ നോക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഈ മന്ത്ലി എക്സ്പയറി വരുമ്പം എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റോക്കുകളിലും പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് വരും. നമ്മളത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സാധാരണ എക്സ്പയറിയെ പോലെ അല്ല നമ്മളുടെ മന്ത്ലി എക്സ്പയറി. കാരണം മന്ത്ലി എക്സ്പയറിയിൽ പല സ്റ്റോക്കുകളിലും ധാരാളം ആൾക്കാർ പൊസിഷൻസ് കാണും. അപ്പം അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. ചിലർക്ക് പ്രോഫിറ്റ് ആയിരിക്കും, ചിലർക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ ഈ എക്സ്പയറിയോട് അടുക്കും തോറും അവർക്ക് മാർജിൻ്റെ പ്രഷർ വരും, മാർജിൻ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പം ചിലവരുടെയൊക്കെ ഓട്ടോ സ്ക്വയർ ഓഫ് ആയി പോവും, ചിലവരുടെ മാർജിൻ ആഡ് ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് അവർ എക്സിറ്റ് ചെയ്യേണ്ട സാഹചര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം മാർക്കറ്റിൽ ഹൈ വോളറ്റാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ടാണ് മന്ത്ലി എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. അപ്പം മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, അതിനുശേഷം നേരെ കുത്തനെ താഴോട്ട് വന്നു. ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് എത്രയോ പ്രാവശ്യമായി ഇപ്പോൾ ആ ട്രെൻഡ് ലൈൻ നമുക്ക് നല്ല ട്രേഡുകൾ തരുന്നുണ്ട് അല്ലേ. അവിടെ വന്ന് നേരെ തിരിച്ചു പോയി വീണ്ടും മുകളിലോട്ട് പോകുമെന്ന് ഒരു തോന്നലൊക്കെ വരുത്തിച്ചൊരു എന്താ പറയുക, ഒരു ആശയ്ക്ക് വകയൊക്കെ നൽകിയതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് ഒരു നല്ല വീഴ്ച വീഴും. ഞാൻ പറഞ്ഞു, ഈ ലെവലിന് താഴെ പോയാൽ, ഈ ലെവലിൽ താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും നമുക്ക് 24,000 കാണാം. 24,000 കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ നമുക്ക് സപ്പോർട്ട് 23,939 ഉണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ പറയണം. പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ കഴിവതും നിങ്ങളും എക്സ്പയറി മാറി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീമിയം ഉരുകി തീരത്തേ ഉള്ളതെന്നൊക്കെ എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നതാണ്. എത്ര പേര് അനുസരിക്കുന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയത്തില്ല. എനിവേ, എന്തായാലും മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ എത്തിയപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ഒരു കൃത്യമായ സപ്പോർട്ടാണ് 23,939. മാർക്കറ്റ് ഇവിടുന്ന് റീബൗണ്ട് ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് റീബൗണ്ട് ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ. അപ്പം നിങ്ങൾ ട്രേഡ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലോ, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇന്നത്തെ ലോ നിങ്ങൾക്ക് SL വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ആ ട്രേഡിൽ എത്രത്തോളം സക്സസ് റേഷ്യോ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം ഇങ്ങനെ ആടി കളിക്കുന്നത് കൊണ്ട് പ്രീമിയം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടുന്നൊക്കെ എടുത്തവർക്ക് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ 3 മണി ആയപ്പം കിട്ടിയ ഒരു സർജിനകത്തിൽ എന്തെങ്കിലും രക്ഷപ്പെടാനൊരു മാർഗ്ഗം വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലേ 10 പോയിൻ്റൊക്കെ കിട്ടിക്കാണുമായിരിക്കാം, പക്ഷേ അതുകൊണ്ട് തൃപ്തരാകുന്ന എത്ര പേരുണ്ടെന്ന കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും ടാർഗറ്റ് ഇട്ട് ട്രേഡ് എടുത്തവർക്ക് ഒരു പക്ഷെങ്കിലും ഇവിടെ ഒരു ബെനിഫിറ്റ് കിട്ടിക്കാണും. ലാസ്റ്റ് മൊമെൻറ്റിൽ സർജ് ഉണ്ടായെങ്കിലും വെയ്റ്റഡ് ആവറേജ് നോക്കുമ്പോൾ 946 ഈ വരയുടെ തൊട്ട് മുകളിലാണ് മാർക്കറ്റ് ആക്ച്വലായിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി നോക്കുവാണെങ്കിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറാനും US കയറി ഒന്ന് ചൊറിഞ്ഞു, ആ ചൊറിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് അവർ തീർത്തു. ഓക്കെ, വീണ്ടും നാളെ ദോഹയിൽ വെച്ച് മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ 1-2 പ്രാവശ്യം മാർക്കറ്റ് ഇതിനോട് പ്രതികരിക്കും. പിന്നെ ഇതൊരു സ്വാഭാവിക സംഭവമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇന്നലെ അത്രയും അടി നടന്നിട്ടും അമേരിക്കൻ മാർക്കറ്റ് അതിനോട് പ്രതികരിച്ചേ ഇല്ല, കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ മാർക്കറ്റ് ഇത്രയും വീണെങ്കിലും US മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും US മാർക്കറ്റ് നല്ല പോസിറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 350 പോയിൻറ്റ് പോസിറ്റീവാണ് ഇപ്പോൾ ഓടിക്കൊണ്ട്. ഈ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഈ ഫ്യൂച്ചർ താഴെ പോയിട്ടില്ല. നമ്മുടെ മാർക്കറ്റ് വീണതുപോലെ ഒരിക്കലും ഇത് താഴെ പോയിട്ടില്ല. ഓരോ പ്രാവശ്യം വീണ്ടും എഴുന്നേറ്റ് മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 350 പോയിൻറ്റ് പോസിറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 400 പോയിൻറ്റോളം പോസിറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗ്ലോബലി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത്.
പക്ഷെ നമുക്ക് എക്സ്പയറിയോടനുബന്ധിച്ചുള്ള വോളറ്റാലിറ്റി കൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല പൊസിഷൻസും ക്ലിയർ ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹംഗാമയാണ് നമ്മൾ ഈ കാണുന്നത്. നാളെയും ഇതൊക്കെ തന്നെ ആയിരിക്കും. നാളെയൊക്കെ വാലുകളുടെ കളിയായിരിക്കും. അതുകൊണ്ട് കഴിവതും പുതിയ ആൾക്കാർ നാളെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പയറി ഡേയിൽ ട്രേഡുകൾ എങ്ങനെയാണ് പോകുന്നത്, മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പുറത്ത് നിന്ന് ഗാലറിയിൽ നിന്ന് നിങ്ങൾ കണ്ട് പഠിക്കുക. എങ്ങനെയാണ് ഒരു മന്ത്ലി എക്സ്പയറിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല എന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ കഴിവതും നാളെ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ വലിയ വലിയ സ്റ്റോക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെല്ലാം ഒരു ഫ്ലാറ്റായിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. നോക്കിക്കേ, റിലയൻസ് 17 പോയിൻ്റ് നെഗറ്റീവ്, HDFC ഫ്ലാറ്റ്, ICICI ഫ്ലാറ്റ്, കോട്ടക് ബാങ്ക് നെഗറ്റീവ്, ആക്സിസ് ബാങ്ക് നെഗറ്റീവ്, SBIന് ഒരു ഫ്ലാറ്റ്, ഇൻഫി ഫ്ലാറ്റ്, TCS ഫ്ലാറ്റ്, എല്ലാം ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു ഫ്ലാറ്റ് നോട്ട് ഒരു റേഞ്ചിനകത്ത് 23,900-നും 24,100-നും ഇടയ്ക്ക് മാർക്കറ്റ് അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാലുകളിട്ട് കളിച്ച് മാർക്കറ്റ് ഉരുക്കി തീർക്കാനുള്ള വഴിയായിരിക്കാം നോക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെങ്കിൽ ഞാനിപ്പം നമ്മുടെ ഈ ക്യാപ്ഷൻ അത് സൂചിപ്പിച്ച പോലെ നമുക്ക് അടുത്ത ക്വാർട്ടർ ആരംഭിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത ക്വാർട്ടർ നമുക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ രണ്ടാം പാദം നമ്മൾ ആരംഭിക്കുകയാണ്. അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ഒരു ക്വാർട്ടറാണ്. ജൂലൈ മുതൽ അടുത്ത ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ അടുത്ത ക്വാർട്ടറാണ്. അപ്പോൾ അടുത്ത ക്വാർട്ടർ ആരംഭിക്കുകയാണ്. നിലവിൽ പല സെൽ ഓഫുകളും അല്ലെങ്കിൽ പല സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള നല്ല വാല്യൂഷനിലാണ് കിടക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ജൂലൈ 15 മുതൽ ശ്രദ്ധിച്ച് കേൾക്കണം, ജൂലൈ 15-ാം തീയതി മുതൽ നമ്മളുടെ ഇന്ത്യ UK കരാർ നിലവിൽ വരികയാണ്. ജൂലൈ 15 മുതൽ. അപ്പം ഈ FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ആ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വരുമ്പം പല സ്റ്റോക്കുകളിലും ബൈ മൊമെൻറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ IT മേഖല, അതുപോലെ ലെതർ, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒരു ബൂം ഉണ്ടാകാനുള്ള സാധ്യത, ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ടെക്സ്റ്റൈൽസിനും ലെതർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 0 എക്സ്പോർട്ട് ടാക്സ് ആണ്. നമ്മുടെ FTA UK-യുമായിട്ടുള്ള കരാറനുസരിച്ച് 0 ടാക്സ് ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ കമ്പനികൾക്കൊക്കെ നല്ല നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത, മറ്റുള്ള രാജ്യങ്ങളിലെ സാധനങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള കിടപിടിക്കത്തക്ക രീതിയിൽ വളരെ മാർജിൻ കുറച്ച് ഇവർക്ക് സാധനം അവിടെ വിൽക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ആ കമ്പനിക്ക് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനൊരു കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് വാച്ച് ചെയ്യാം ഏതൊക്കെ കമ്പനികളാണ് ഈ സെക്ടറിൽ ലീഡിംഗ് ആയിട്ട് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ വാച്ച് ചെയ്യാം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, IT കമ്പനികളിലും ഒരു ബൂം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം UK-യിലെ ഉള്ള IT എംപ്ലോയീസിൻ്റെ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ടാക്സ്, അതിലും ഒരു എക്സംഷൻ അവർ കൊടുക്കുമെന്ന് ഈ എഗ്രിമെൻറ്റിനകത്തിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു ഒരു ബൂം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മൊത്തത്തിൽ രണ്ടാം ക്വാർട്ടറിൽ മാർക്കറ്റിൽ ഒരു ബൈ മൊമെൻറ്റം വരാൻ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൈ മൊമെൻറ്റം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നാളത്തെ എക്സ്പയറി കഴിഞ്ഞ് അടുത്ത ക്വാർട്ടർ തുടങ്ങുമ്പോൾ ജൂലൈ 1-ാം തീയതി മുതൽ നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ ഗതി എങ്ങനെയാണ്. അങ്ങനെ 24,000-ന് മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും പുതിയ മേഖലകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഞാൻ വളരെ ശാന്തമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സംഭവിക്കുന്നത്. വെറുതെ ചുമ്മാ വലിയ ആഷ്പൂഷ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ റിയാലിറ്റി ഇതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം IT സെക്ടർ നല്ല രീതിയിൽ താന്നു കിടക്കുകയാണ്. കാശില്ലാത്തവർ നിങ്ങൾക്ക് ITBs വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ന് 30 രൂപയിലോട്ട് വന്നിട്ടുണ്ട് ITBs. നിങ്ങൾക്ക് വലിയ ഇൻഫോസിസും TCS ഒന്നും വാങ്ങിക്കാൻ കാശില്ലാത്തവർക്ക് ITBs നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പം വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല ചെറിയ രീതിയിലുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവനവൻ്റെ കയ്യിലുള്ള ആസ്തിക്കനുസരിച്ച് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാശുള്ളവൻ ഇൻഫോസിസിലോ TCS ഒക്കെ വാങ്ങിച്ചു വെക്കുക, കാശില്ലാത്തവൻ ITBs വാങ്ങിച്ചു വെക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊരവസരമായിട്ട് നിങ്ങൾ കരുതുക. അപ്പോൾ നാളെ മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നത് 24,000-ന് മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ഈ പറയുന്ന നമ്മുടെ ബോക്സ് വാലിഡാണ്.
24,000-ന് മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഫർദറായിട്ട് മുകളിലോട്ട് മാർക്കറ്റ് പോകും. ഇല്ല 24,000-ന് താഴെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 939 പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 23,800 ഒരു പക്ഷെങ്കിൽ കാണേണ്ടി വരും. എന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷ മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ച് 23,900, 24,100 ആ റേഞ്ച്, ഈ 200 പോയിൻറ്റിനിടയ്ക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനിടയിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നാളെ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം. വേറെ കൂടുതലൊന്നും പറയാനില്ല. നാളെ എക്സ്പയറി ചെയ്യണം. നമ്മൾ എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പുതിയ ആൾക്കാർ കഴിവതും നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ വലിയ പെർഫോമൻസ് ഒന്നും നടത്തിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് നമ്മുടെ ലൈനിൽ തന്നെ അവസാനിച്ച് 57,831 പറഞ്ഞ നമ്മുടെ ലൈനിലാണ് മാർക്കറ്റ് വന്ന് ഈ ഏരിയ തന്നെയാണ് അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾ ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ല, പറഞ്ഞ് നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാക്കും. മിഡ് ക്യാപ്പിനകത്തിലാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അതും ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ചെറിയൊരു മൊമെൻ്റ് തന്നെങ്കിലും 367 ക്ലോസ് ചെയ്തത്. 401 ക്യാൻഡിൽ നിൽക്കുന്നെങ്കിലും 367 റേഞ്ചിലാണ് ഈ ഹൈയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ മിഡ് ക്യാപ്പിനകത്തിൽ നമുക്കൊരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പോകുന്ന 400 കടക്കണം. ഇത് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീതി ഉള്ളൂ. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം വരണമെങ്കിൽ 590 കടന്നു പോകണം. എന്നെങ്കിലേ ഉള്ളൂ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പിലോട്ട്, ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലോട്ട് മാർക്കറ്റ് പ്രവേശിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും തിരിച്ച് 14,222 കാണാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇന്നും നോക്കിയാൽ മനസ്സിലാവും. നമ്മളുടെ BSE ഇന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോയി. രാവിലെ വലിച്ച് അടിച്ചു കുത്തി മേലോട്ട് 10-60-70 പോയിന്റ് പോയെങ്കിലും പോയ പോക്കിൽ ഞാൻ ഈ BSE ശരിക്കും നോട്ട് ഔട്ട് വെച്ചേക്കുവാണ്. ഇന്നും BSEയിൽ ഞാൻ ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കാരണം ഈ BSE സ്റ്റോക്കിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, 10,200 പോയിന്റ് ഒരു കാരണമില്ലാതെ മുകളിലോട്ട് കയറി. ഇനിയിപ്പോൾ NSEയുടെ IPO വരുമ്പം ഇവൻ പൊട്ടും, ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 4,000-ന് താഴെ നിൽക്കുകയാണെങ്കിൽ 3,500 എന്നൊക്കെയുള്ള പറഞ്ഞ ലെവലിലൊക്കെ ഇത് വരേണ്ടി വരും. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ. അപ്പം ഹീറോ മോട്ടോകോപ്പ് ഇന്ന് അതുപോലെ തന്നെ പൊട്ടി 82 പോയിന്റ് നെഗറ്റീവിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ ഈ BSE ഹീറോ മോട്ടോകോപ്പിനെ നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല നല്ല ട്രേഡുകൾ കിട്ടും. അപ്പം സെൻസെക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെ ഓൾറെഡി മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ് പുതിയ കോൺട്രാക്റ്റാണ്. അപ്പം സെൻസെക്സിനകത്തിൽ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന പോലെ തന്നെ അത് നമ്മുടെ വരയിലാണ് നിൽക്കുന്നത്. 800 റേഞ്ചിലാണ് നിൽക്കുന്നത്. 800 റേഞ്ചിന് മുകളിലോട്ട് നിന്നെങ്കിൽ മാത്രമേ മുകളിൽ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം കിട്ടിയാൽ നാളെ ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും. നാളെ സെൻസെക്സിലൊന്നും ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടത്തിനും നാളെ ചൊവ്വാഴ്ചയാണ്, ബുധൻ വ്യാഴം 2 ദിവസം കൂടെ ഉള്ളൂ സെൻസെക്സിൻ്റെ എക്സ്പയറിക്കും. അതുകൊണ്ട് നാളെ കഴിവതും നിങ്ങൾ ട്രേഡുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. അല്ലെങ്കിൽ അതുപോലെ ഒരു ദിവസം നിങ്ങൾ വാച്ച് ചെയ്യുന്നേ, ആ ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിലും സംഭവിക്കത്തില്ലല്ലോ. നിങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കരയ്ക്കിരുന്ന് കളി കാണുക. അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. വേറെ കൂടുതലൊന്നും പറയാനില്ല. എനിക്കറിയാം ഞാൻ ശാന്തമായിട്ടാണ് സംസാരിച്ചത്. വേറെ നമുക്കൊന്നും പറയാനില്ല. കാരണം നാളെ നമുക്ക് ചുമ്മാതെ എന്തെങ്കിലും വീഡിയോയുടെ നീളം കൂട്ടാനോ അല്ലെങ്കിൽ ഗുമ്മുണ്ടാകാനോ വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.